ഇവൻ എന്റെ അനിയനെന്ന് നീ എന്റെ ചേട്ടൻ എന്നാ പറഞ്ഞു വെച്ചേക്കുന്നത് അവളുടെ അച്ഛനോട്. ഓക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആരാന്ന് ഏതാന്ന് ഇപ്പൊ കണ്ട? ജോസഫ് പറമ്പിലാണോ? ജോർജ് തടത്തിൽ. ഓളെ എനിക്ക് വളക്കണം, അത്രല്ലേ ഉള്ളൂ. ജൈഫറെ ഒരു മിനിറ്റ് ആയോട്ട്. ജൈഫറെ നിങ്ങക്ക് ആ പെണ്ണിനെ വളക്കണം, ആ അച്ഛന്റെ കൂടെ ഉള്ള ആ പെണ്ണിനെ എനിക്ക് വളക്കണം, അത്രല്ലേ ഉള്ളൂ. വളക്കണമെന്നുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ കേസ്, ഇതെല്ലാം സിമ്പിൾ കേസ്. ഇഷിക ഒരു മിനിറ്റ് സോറി. ഹലോ ഓക്കെ, ഇഷിക ഒന്ന് കോള്. ഓക്കെ. അപ്പച്ച ഒന്ന് മാറിയിരിക്കണം, എനിക്ക് നിങ്ങളെ മോളടുത്ത് ഒരു കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. അച്ഛ ഇഷികന്റെ അച്ഛ, അങ്ക് നിങ്ങളെ മോളുമായിട്ട് കുറച്ച് സീക്രട്ട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വരരുത്. ഓക്കെ? എന്നാ ബുദ്ധിമുട്ടാ? ആള് ദുബായിൽ എന്നാ ബുദ്ധിമുട്ടാ? ഡാനി ഷാഡി ഒരേ കടലിൽ 4 ഗുളിക നിർത്തി. ഒരു മിനിറ്റ്. KTM ഗ്യാങ് ഏതാ? പറ. KTM ഗ്യാങ്ങിന്റെത് അത് പുറത്ത് ഓൾറെഡി ക്ലിയർ ചെയ്തിരിക്കണം. ഓൾക്ക് ബാൻ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഓൾക്ക് ബാൻ കിട്ടിയാണ്. അവർ എവിടെ ഉള്ളത്? പിന്നെ പറയുമ്പോ നീ അവരൊന്നും ഇല്ല, സിറ്റിയിൽ ആരുമില്ല. പിന്നെ അവരില്ല പോലും. പറ. ഈ ഡ്രസ് മാറ്റടാ, എന്ത് ഡ്രസ്സാണിത്? ഇത് എങ്ങനെ മാറ്റലേ? ഈ ഡ്രസ്സ് ഈ മുടിയൊന്നും കൊള്ളൂല. നിന്നെ പഴയ എന്തൊരു ലുക്കെന്ന് പറയുന്നത്. നിന്നെ താരക്ക് സത്യം പറഞ്ഞ താര എന്റെ അടുത്ത് പറഞ്ഞത് നിന്നെ പഴയ ലുക്കിലായിരുന്നു കാണാൻ ഏറ്റവും ലുക്ക്. നീ ഇപ്പൊ ഇങ്ങനെ ആയിട്ടാണ് നിന്നെ ഒരു ഇത് ഇല്ലാത്തതെന്നാ പറയുന്നത്. നീ ഇങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെ. ഓക്കെ, എന്നാ ഞാൻ ഡ്രസ് മാറ്റട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. നമുക്ക് വേറൊരു പണിയുണ്ട്, ഒരു മിനിറ്റ്. ഇഷിക ഒന്ന് വരുമോ? നിങ്ങളെ അല്ലല്ല, ഞാൻ നിങ്ങളെ മോളെ എന്തിനാ ഇതാക്കാന്ന് പോകുന്നില്ലല്ലോ. എന്താ ജസ്റ്റ് സംസാരിച്ചു? താല്പര്യമില്ല എന്ന് പറയാൻ നിങ്ങളാരാ? ഓളെ കൺസെന്റ് എടുക്കട്ടെ. തന്റെ ആയാലും ഓളെ കൺസെന്റിലാണ് കാര്യം, അല്ലാണ്ട് ബലിയിടാന്ന് കൊടക്കല്ലേ, കണ്ണൂർ കിങ്ങിന്റെ അടുത്ത് കൊടക്കല്ലേ. ഓവറാക്കാൻ വരുന്നോ തന്തേ? നീ തന്തയായിരിക്കും, നിന്റെ തന്തേന്റെ തന്തേന്ന് ഞാൻ കേട്ടാ. നീ ഓവർ ഇതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടാ തന്തേ. ഇത് കണ്ണൂർ കിങ് ആടാ. നീ തന്തയും തന്തന്റെ തന്തയായിരിക്കും. ഇഷിക ഒന്ന് എന്റെ കൂടെ വാ. ഈ തന്ത പട്ടി പറയുന്ന കേക്കണ്ട. എനിക്ക് താല്പര്യം അനക്ക് മീശ ഇല്ലടാ, ഞാൻ കുണ്ടരാടാ. അനക്ക് മീശ ഇല്ല, ഞാൻ കുണ്ടരാ. അതിന് നിനക്കെന്താടാ തന്തേ? ഞാൻ കുണ്ടരാടാ. നമ്മള് പാരമ്പര്യമായിട്ട് കുണ്ടന്മാരാടാ. ഇത് കണ്ണൂർ കിങ് ആടാ, കണ്ണൂർ കിങ്. ഓൾറെഡി ഇവന്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോ എനിക്കും പോയത് ഇവനോടുള്ള എല്ലാവരും. ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞ അച്ഛനോട് ഈ സംഭവം. എന്നെ ഷമീറെ, ഞാൻ ആ തന്തേന്റെ അടുത്ത് ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞ് നിങ്ങളൊക്കെ പൊക്കി പറഞ്ഞ് ഇച്ചിരി ഡീസന്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. ഈ അതൊക്കെ കൊണ്ട് കളഞ്ഞല്ലേ. ഇനി ആ അച്ഛൻ എങ്ങനെ എനിക്ക് ആ പെണ്ണിനെ കെട്ടിച്ചേരും? ഇല്ല, ഞാൻ ഇപ്പൊ സെറ്റാക്കി തരാം. ഞാൻ ഇപ്പൊ സെറ്റാക്കി തരാം. നീ സെറ്റാക്കണ്ട, നീ നിക്ക്. ഇതിനാണ് അല്ല, ഞാൻ പോയി സോറി പറയാം. ഉസ്മാനെ അമ്മ സോറി പറയാനാ പോന്നെ. ഹലോ ഡാഡി സോറി, ഞാൻ ഉസ്മാനെ വെറുതെ ഇതാക്കല്ല. ഉസ്മാൻ മാന്യമായി സംസാരിക്കാം. അച്ഛ ഒന്ന് വരുവോ? എടാ അച്ഛ തന്തേ ഒന്ന് വരുവോ? എടാ തന്തേ, നിന്റെ വായിൽ എന്താടാ ബോണ്ടായിട്ടാടാ നാറി? നീ എന്താ സംസാരിക്കാത്ത? നിന്റെ വായിൽ പടക്കം വെച്ച് പൊട്ടിക്കും. സംസാരിക്കടാ.
ആ വാ ഒന്ന് ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യം വാ. എങ്ങോട്ട് വേണ്ട, നീ ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന അങ്ങ് പറഞ്ഞാ മതി. എടാ മരം കൊത്തി മുഖ, നിന്റെ അടുത്ത് ഞാൻ സോറി പറയാനായിട്ടാ വന്നത്, നിന്റെ അടുത്ത് ഞാൻ സോറി പറയാനായിട്ടാ വന്നത്. നീ എന്റെ ജാട ഇറക്കുന്ന എന്റെ അടുത്ത്, നീ എന്റെ അടുത്ത് ജാട ഇറക്കുന്നതാ. ഞാൻ എന്റെ ചെക്കന്റെ കാര്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കാൻ വന്നത്. ആ ഓക്കെ 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 ആ നിർത്തി കഴിഞ്ഞടാ. എന്താ കൂട്ടടാ എനിക്ക് തന്തേ കളവാ. ചാവാനായില്ലടാ, ചാവാനായില്ലടാ, നല്ല പ്രായം ഉണ്ടല്ല, ചാകാനായില്ലടാ കളവാ. നീ ചാവാനായില്ലടാ, കുയിലേക്ക് വായി കൂട്ടടാ, കുയിലേക്ക് കാലും കൂട്ടി നിക്കുന്നല്ലടാ നീ. നീ കുയിലേക്ക് കാല് നീട്ടി നിക്കുന്നല്ല, നിന്റെ മോളാന്റെ ചക്കന് കെട്ടിച്ചു കൊടുത്താ എന്താണ് അതൊക്കെ പ്രശ്നം? പോടാ നാറി, പോടാ തന്റെ, പോടാ പ്രായം, പോടാ. വണ്ടി എടുക്ക് ഒക്കെ പിരാന്താന്ന്. ഞാൻ ഇവിടെ നിന്ന പോലെ അടിക്കും. വണ്ടി എടുത്തോ, ഞാൻ ഇവിടെ പ്രാങ്കോ. അച്ഛാ അച്ഛാ പ്രാങ്കാന്നേ, ഫുൾ പ്രാങ്ക്. അച്ഛാ പ്രാങ്ക് അച്ഛാ പ്രാങ്കാന്ന്, പ്രാങ്ക്. പരിപാടിയില്ലേ ആ കുഴലൂത്ത് നിന്റെ കയ്യിൽ മനസ്സിലായ? അച്ഛാ ഇത് പ്രാങ്കാന്ന്, അച്ഛാ ഇത് പ്രാങ്കാന്നത്, പ്രാങ്ക്. ഞാനൊരു കാര്യം പറയാം, ഇത് കണ്ണൂർ കിങ്ങ പറയുന്നത് എല്ലാവർക്കും കേട്ടോ. ഞാനൊരു കാര്യം പറയാം, സൈഫറും ഇഷിഖിയും ഉസ്മാനും ആ തന്തയും കൂടി ഒന്ന് വരുമോ പ്ലീസ്? ഞാൻ കാല് ഇതാക്കി മാപ്പ് പറയാം, പ്ലീസ് ഒന്ന് വാ പ്ലീസ്. ആ അതാ വന്ന പ്രാങ്ക് അച്ഛാ കള്ള അച്ഛാ. ഒരു മിനിറ്റ് അച്ഛാ ഒറ്റ മിനിറ്റ് അച്ഛാ ഒരു സെക്കൻഡ് എന്റെ പേര് ഒന്ന് വരുമോ അച്ഛാ? ഒരു സെക്കൻഡ് വന്നാ മതി അച്ഛാ. ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് നിൽക്കും അച്ഛാ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിളിക്കുന്നല്ല അച്ഛാ ഒന്ന് ഞാൻ ഒന്ന് അങ്ങനെ നിൽക്ക അച്ഛാ, ഒന്ന് അങ്ങാണ്ട് നിൽക്കുക അച്ഛാ. ഒരു മിനിറ്റ് പ്ലീസ്, ഒന്ന് അങ്ങാണ്ട് എന്റെ മുമ്പിൽ ഒന്ന് വന്ന് നിൽക്കും അച്ഛാ പ്ലീസ്. ഒറ്റ സെക്കൻഡ് ഒന്ന് നിന്നാ മതി അച്ഛാ. അച്ഛന് മനസ്സിലാവും എല്ലാ സത്യം. അച്ഛാ ഈഗോ വിട അച്ഛാ. ഒരു മിനിറ്റ് ഒന്ന് എന്റെ മുമ്പിൽ ഒന്ന് വന്ന് നിന്നാ മനസ്സിലാവും സത്യം എന്താന്നുള്ള മനസ്സിലാവും പ്ലീസ്. എടാ ആരും വരല്ല പ്ലീസ് അച്ഛൻ മാത്രം വാ. ഇതാരാ ഈ കൂടെ കയറി വരുന്ന നായിന്റെ? അച്ഛാ പ്ലീസ് അച്ഛാ ഒന്ന് വരുമോ അച്ഛാ പ്ലീസ് അച്ഛാ. ഒന്ന് അടുത്ത് വരുമോ അച്ഛാ? അച്ഛാ ഒന്ന് വരുമോ അച്ഛാ? എന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരുമോ അച്ഛാ? എന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരുമോ അച്ഛാ? എടാ തന്നേ സൈഫറെ അച്ഛനെ ഒന്ന് എന്റെ മുമ്പിൽ എത്തിക്കോ, ഒന്ന് എന്റെ മുമ്പിൽ അയാളൊന്ന് നിർത്തിക്കോ. ഞാൻ ഒരു ഒന്ന് വാച്ച പ്ലീസ് അച്ഛാ ഒന്ന് അവിടെ നിൽക്കോ അച്ഛാ. ഒരു മിനിറ്റ് ഷമീറിന്റെ അണ്ടി പോയട്ടടാ അച്ഛാ. ഒരു മിനിറ്റ് അച്ഛാ. ഒരു മിനിറ്റ് പറ ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആക്കിയേക്കുന്നത്. ഇനി പോവല്ലേ, ദയവേത് പോവല്ലേ? അല്ല ഞാൻ സോറി പറയാൻ നിനക്ക് വേണ്ടി സോറി പറയാനാ പോകുന്നത്. ഓക്കെ ഞാൻ പോകുന്നില്ല. വാ ഷമീറ ഒന്ന് ഉള്ളി കേറ്, സേഫ് സോണിന്റെ ഉള്ളി കേറ് ഷമീറ. വലിയ കഴപ്പാ കായപ്പോ അച്ഛാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ വെറുതെ എന്നെ പറയുന്ന കുറ്റം? എടാ നീ എന്നെ ഡാ പോടാന്ന് വിളിച്ചു. തന്തേടാ പ്രായമുണ്ടായിരിക്കും. ഞാനേ വെറുതെ അങ്ങ് നടക്കുവല്ല വീശയെ വെച്ച്, മനസ്സിലായോ? എന്നാ അച്ഛാ ഒന്ന് നേരെ എന്നെ ഒന്ന് നോക്കോ, ഒറ്റ മിനിറ്റ് എന്റെ മുഖത്തോട്ടൊന്ന് നോക്കോ. അച്ഛാ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കോ പ്ലീസ്, ഒറ്റ സെക്കൻഡ്. അതിന്റെ മുഖത്തോട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാ ഒരു മിനിറ്റ് അച്ഛാ, ഒരു മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് നിൽക്കുക, ഒറ്റ മിനിറ്റ്.
ഒറ്റ മിനിറ്റ് അച്ഛാ, ഒരു മിനിറ്റ്. എന്താടാ വിട്ടടില്ലേ? ഹലോ നിലക്കടല 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 ഒരു മിനിറ്റ് നിലക്കടല അച്ഛാ, അച്ഛാ എന്റെ മുമ്പിലോട്ട് വാ. എടാ എല്ലാരും ഒന്ന് മാറി നിക്കടാ. നിലക്കടലന്റെ അണ്ടി. അച്ഛാ 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 പ്ലീസ് അച്ഛാ. ഇവരുടെ ഈ കുഴപ്പത്തിന്റെ കാരണമാണ് ഇവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. ഇപ്പോഴാണ് ഈ ഹോസ്റ്റൽ ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവര് വീണ്ടും പരിപാടി തുടങ്ങി. ഈ പരിപാടി തുടങ്ങി അച്ഛാ അവര് വീണ്ടും ആ പരിപാടി തുടങ്ങി. അച്ഛാ വിചാരിക്കരുത് ഞങ്ങള് 3 ആൾക്കാർ മാറ്റുന്നതാ നല്ലതല്ലേ? വലിയ പ്രശ്നമാവും. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഈ കുഴപ്പം കാരണമാണ് ഇവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. ഇപ്പോഴാണ് അതൊന്നും വിചാരിക്കരുത്. അച്ഛാ ഞാൻ ഈടിയ അച്ഛാ, ഒരു മിനിറ്റ് അച്ഛ ഒന്ന് ഒറ്റക്ക് വരുമോ? അല്ലല്ല എടാ ഒരു മിനിറ്റ് സൈഫറ പേടിക്കല്ല. അച്ഛ ഒന്ന് വരൂ, അച്ഛ ഒന്ന് ഒറ്റക്ക് വരും, അച്ഛ ഒന്ന് ഒറ്റ. എടാ വേറെ ആരും വരില്ല അച്ഛ. ഇതാരാന്ന് ഈ ലവിന്റെ ചിഹ്നം പിടിച്ച? അച്ഛ അച്ഛ ഒന്ന് ഒറ്റക്ക് വാ, ഒറ്റക്ക് വാ. ഇത് ആരും ഈ കുറെ എണ്ണം കൂടെ കൂടുന്നു. ആ അച്ഛ അങ്ങനെ തന്നെ നിക്ക്, വേറെ ആരും വരില്ല അച്ഛ. ഓക്കെ ആ ഓക്കെ ഞാനും അച്ഛൻ ബാക്കി. എടാ മാറി നിന്നേടാ. ഇതാരാ? ഒന്ന് മാറി നിന്നേ. ഓക്കെ ഒരു മിനിറ്റ്. ഇതെന്തോ ആയല്ലോ. അയ്യോ എന്തെല്ലോ ആയി. അച്ഛാ 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 അഗ്ഗയ്യം വിടണ്ടേ? അയ്യോ അച്ഛാ അച്ഛാ ഒരു മിനിറ്റ് അച്ഛാ അച്ഛാ ഒരു മിനിറ്റ് അച്ഛാ 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 ഒരു മിനിറ്റ് ഒന്ന് നിക്കച്ചാ. അച്ഛാ അച്ഛ ഒന്ന് നിക്കച്ചാ, അച്ഛ ഒന്ന് നിക്കച്ചാ, അച്ഛ ഒന്ന് നിക്കച്ചാ, അച്ഛ ഒന്ന് നിക്ക്, അച്ഛ ഒന്ന് നിക്ക് നിക്ക് ഇതാ നിക്ക് അച്ഛ നിക്ക് ഇതാ ഇതാ അച്ഛ ഒന്ന് നിന്നേ, ഒന്ന് നിക്ക് ഇതാ ഇതാ അച്ഛ. ഇയാള് അഗ്നി പോലും നിന്നിരുന്നില്ല. അന്ന് ഡൊമിനിക്കിനെ കണ്ട് സംസാരിക്കാൻ. ഫൈറ്റ് വേണ്ട വേണ്ട വിട്ടുകളയാ. സൈഫർ സീനാക്കുന്നുണ്ടോ? സൈഫർ നമ്മളെ ചെക്കനാ. സൈഫർ നമ്മളെ ചെക്കൻ. സൈഫറ 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 സൈഫർ സൈഫറ ഇവൻ പോയോ?